37? എന്താ സംശയിച്ച് നിൽക്കുന്നേ? അല്ല ഞാൻ അല്ല പറയുമ്പോൾ ഒരു ധാരണ കൃത്യമായിട്ടുള്ള നമ്മൾ വാർത്ത കൊടുക്കണം. അതാണ് അതിന്റെ ശരിയാവുന്ന സാധനം. ഒന്നും കൂടി നോക്കിയിട്ട് പറയും. ഞാൻ പറഞ്ഞില്ലേ 7 o'clock. ഞങ്ങൾക്ക് തെറ്റില്ല, നമുക്ക് തെറ്റാൻ സാധ്യതയില്ല, കാരണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വന്ന് ഇവരെ കാണാനുള്ള ഒരു അവസരവും കൂടിയുണ്ട്. അപ്പോൾ അവിടെ ലുലു മുവേലയിൽ വന്ന് ഈ വരുന്ന 1-ാം തീയതി അല്ലേ? 1-ാം തീയതി അല്ലേ? അല്ല, 2-ാം തീയതി അല്ലേ? 2-ാം തീയതി. എല്ലാം മറ്റേ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നിമ്മി പറയും. 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് എവിടെ ഉണ്ടാവും? ലുലു മുവേലയിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഷെയ്ൻ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ശരിക്കും ഇപ്പൊ ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഇപ്പോ എനിക്ക് തോന്നുന്നു അച്ഛനുണ്ടായിരുന്ന സമയത്തും ഇവിടെ വരാറുണ്ടായിരുന്നോ? ഇടയ്ക്ക് ദുബായിലെങ്കിലും വരാറുണ്ടായിരുന്നോ? ഈ ഷോസിന്റെ ഒക്കെ സമയത്ത് വന്നിട്ടുണ്ടോ? അന്ന് കാണുമ്പോഴും ഇന്ന് മറ്റേ സ്റ്റാർ ആയിട്ട് വന്ന് കാണുമ്പോഴുള്ള ചേഞ്ച് എങ്ങനെയുണ്ട് ദുബായിയുടെ? ഷെയ്ൻ പറഞ്ഞത് അത് ദുബായ് അപ്പോഴും ദുബായ് ഇപ്പോഴും ദുബായ് അങ്ങനെ പറയുന്നത് നമ്മളെല്ലാവരും പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ മാറുന്ന സ്ഥലമാണെന്നാണ്. അതെ മാറ്റമുണ്ട്. ചെറുപ്പത്തിൽ കാണുമ്പോ നമുക്ക് ഒരു വേറെ കാഴ്ചപ്പാടായിരിക്കും, പിന്നെ വലുതാകുമ്പോ വേറെ കാഴ്ചപ്പാടായിരിക്കും. അതല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല അല്ലേ? പിന്നെ അല്ല, സ്ഥലത്തിന് മാറ്റം ഉണ്ടല്ലോ, നമുക്കൊരു മാറ്റമില്ല, നമുക്ക് അതിനേക്കാളും മാറ്റം ഉണ്ടല്ലോ. ഇനിയിപ്പം ഷെയ്നെ കുറിച്ച് ഏറ്റവും സന്തോഷമായി ഇപ്പൊ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മഹിമ മലയാളത്തിൽ തുടങ്ങി പിന്നീട് തമിഴിൽ വളരെ ആക്റ്റീവായി നിന്ന് വളരെ ലേറ്റ് ആയിട്ട് മലയാളത്തിലേക്ക് തിരിച്ചു വന്ന്, പക്ഷെ ഇപ്പൊ വീണ്ടും മലയാളത്തിൽ ആ ഒരു ചാൻസ് കൂടുതൽ സാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് മഹിമയുടെ മലയാളത്തിൽ. ആൻഡ് അതേസമയം ഷെയ്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ൻ തമിഴിലോട്ട് കാല് എടുത്ത് വെച്ച് അവിടേക്ക് പോവാൻ വെച്ച് ഓൾറെഡി മദ്രാസ്കാരൻ അല്ലേ? എന്തൊക്കെയാണ് തമിഴ് വിശേഷം? ഒറ്റ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ അതല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ല, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം തമിഴിലെ അവര് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്പേസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമ ഇത്ര അധികം ആൾക്കാരിലേക്ക് അവിടെ കൂടുതൽ എത്തി. അതേപോലെ നമ്മൾ ചെയ്ത വർക്കുകൾ ഇപ്പോൾ കുമ്പളങ്ങിയായാലും ഇഷ്കായാലും ഭൂതകാലം ആയാലും അവർ വാദോരാതെ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇവൻ പറവ് പോലും നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്രയും പോപ്പുലർ ആണ് അവരുടെ ഇടയിൽ എന്നുള്ളത്. അപ്പോൾ അവരത്രയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ ഇവിടെ ചെയ്ത വർക്ക് കൊണ്ട് തന്നെ നമ്മളവിടെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊരു ഒരു സ്ഥാനം തരുന്നുണ്ട്. അതേപോലെ പിന്നെ ഒരു മേജർ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടെ സ്പീഡാണ് വർക്ക്. ഞാൻ ഇപ്പം ഈ ചെയ്ത മൂവി ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോട്ട് സാധാരണഗതിയിൽ ഇവിടെ എടുത്തിട്ട് ഞാൻ തിരിച്ച് കാരവണിലേക്ക് നടന്നു പോകുമായിരുന്നു. നമ്മുടെ മനസ്സിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആക്സസ് എടുക്കുകയാണെങ്കിൽ ടൈം എടുക്കുമല്ലോ. നേരെ നോക്കുമ്പോഴത്തേക്കും കാരവന്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും കോൾ വന്നു അവിടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്താണ് അത്രയും സ്പീഡിന്റെ കാരണം നോക്കുമ്പോൾ അവര് വളരെ എനർജറ്റിക് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യണം. കുറച്ചും കൂടെ നമ്മളിവിടെ ഇച്ചിരി കൂടെ ഒരു തണുപ്പം മട്ടിലാണ് ഷൂട്ടൊക്കെ പോകുന്നത്. സ്പീഡ് കൂടുതലാണ് അവിടെ, സ്പീഡ് കൂടുതലാണ്. അവര് എല്ലാരും ഭയങ്കര ഒരു ടീം വർക്ക് പോലെയാണ് നിൽക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളോടൊക്കെ ഭയങ്കര റെസ്പെക്ട് ആണ്. പ്രൊഡ്യൂസേഴ്സ് വേറൊരു പരിപാടി ഉണ്ട് അവിടെ. അതൊരു പ്രൊഡ്യൂസർ എഴുതിക്കൊണ്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സിനെ അല്ല ഉദ്ദേശിച്ചത്. അതല്ല, സാന്ദ്രയുടെ പൂർവ്വം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നെ ഉദ്ദേശിച്ച് എന്നെ തന്നെ ഉദ്ദേശിച്ചാണോ? അല്ല ഒരിക്കലും സാന്ദ്ര ചേച്ചി അങ്ങനത്തെ മറ്റ് ചില പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചാണ്. അതാ പറഞ്ഞത്, അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിലുള്ള വ്യത്യാസമാണല്ലോ അല്ലെ? നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, അതാണ് അത് ഫസ്റ്റ് പടവുമാണ്. ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ അവര് ടേക്ക് കെയർ ചെയ്തു. ഇതിനകത്ത് ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇതൊരു ശരിക്കും പറഞ്ഞാല് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞല്ലോ, പഴഞ്ചൻ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒരിക്കലും ഷെയ്നെ തേടി വരാറില്ലേ സാധാരണഗതിയിൽ? ഇത് ആദ്യമായിട്ടാണോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ? അല്ല, എനിക്ക് ഈ സിനിമ ഫസ്റ്റ് കഥ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, ചെയ്യാത്തത് ചെയ്യണം എന്നുള്ള രീതി തന്നെയാണ് ഇരുന്നത്. ഇപ്പൊ 2 പടം ഒരുമിച്ച് ഏകദേശം ഒരു സെയിം ജോണറിൽ വന്നാൽ തന്നെ പെട്ടെന്ന് ആൾക്കാർ പറയും സെയിം ടൈപ്പ് കാസ്റ്റ് ആയി.
അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ നിലവിൽ നോക്കുമ്പോൾ RDX ആയിരിക്കാം ഇറങ്ങാൻ സാധ്യതയുള്ള. ആ സമയത്താണ് ഇറങ്ങിയിട്ടില്ല, RDX ഇറങ്ങിയിട്ടില്ല, ലിറ്റിൽ ഹാർട്സ് വന്ന സമയത്ത്, കഥ പറയുന്ന സമയത്ത്. അപ്പൊ അതൊരു ആക്ഷൻ ഓറിയന്റഡ് ആണ്, അതും ഫാമിലിയൊക്കെ ബേസ്ഡ് ആണെങ്കിലും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി പരിപാടിയാണ്. നമുക്ക് കുറെ നാളെ ഉണ്ടാവും അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടം തോന്നുന്ന ചില്ലായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. അതാണ് എന്നെ ആദ്യമായിട്ട് അട്രാക്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചും കൂടെ ആലോചിച്ചപ്പോഴത്തേക്കും ചെയ്തിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം സ്ലാങ് വൈസും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പൊതുവെ പറയും നമ്മള് എറണാകുളം പടങ്ങൾ ചെയ്യുമ്പോൾ കൊച്ചി സ്ലാങ് തന്നെയാണ് സാധനം വരും. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് മാറാൻ പറ്റും എന്നുള്ളൊരു. ഇത് ഒരു ഇടുക്കിയാണോ ഇത് പ്രദേശം? ഇത് എവിടെയാണ്? കട്ടപ്പന അല്ലെ? പുഷ്പകണ്ഠം സിറ്റിയിലാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അവിടത്തുകാരനാണ്. അവിടത്തുകാരനാണ്. ഈ പറയുന്ന ഒരു ചോയ്സ് കിട്ടാറുണ്ട് മഹിമ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിനിമകളുടെ ഒരു കാര്യം വരുമ്പോൾ ഇപ്പം ഷെയ്ൻ പറഞ്ഞതുപോലെയാണ്. ഷെയ്ന് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് ചെയ്യുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഷെയ്നുണ്ട്. അത് നടപ്പിലാക്കാനും സാധിക്കാറുണ്ട്. പലപ്പോഴും ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു ചോയ്സ് കിട്ടാറുണ്ടോ? എനിക്ക് മലയാളത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പം ഷെയ്ൻ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ വരുമ്പോൾ എത്രയും ചേഞ്ച് വേണോന്നുള്ളത് എനിക്ക് മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇപ്പൊ RDX എന്ന് പറയുന്ന സിനിമയിൽ ആ ക്യാരക്ടറിന്റെ ബബ്ലിനെസ്സും ക്യൂട്ട്നെസ്സും ഒക്കെ കൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് അടുത്ത് വരുന്ന. പക്ഷെ അതിനകത്ത് നമ്മൾ അത് പറയുമ്പോഴും അതിനകത്ത് ഇപ്പൊ ഒരു അവസാനത്തെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ആ ക്യാരക്ടറിന്റെ സ്ട്രെങ്തും ഭയങ്കര രസമായിട്ട് അതിനകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓഡിയൻസിന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഒബ്വിയസ്ലി അടുത്ത പ്രോജക്ട്സ് വരുന്ന സമയത്ത് എല്ലാവരും ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സിനോടായിരിക്കും, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനായിരിക്കും അപ്രോച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു അങ്ങനെ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസിൽ നമ്മൾ എത്തണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ വർക്ക് ചെയ്തിരിക്കുന്നു മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് തമിഴിൽ അങ്ങനെ ഒരു എന്താ പറയാ എനിക്ക് പിക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇതെനിക്ക് വേണം, ഇതും മറ്റു സിനിമയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് എനിക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്ക് തമിഴിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു വരുമായിരിക്കാം. ഇനിയിപ്പോ ഈ സിനിമയിൽ ഇപ്പം പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം, ഇപ്പം ഷെയ്ൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സിനിമയുടെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ RDXന്റെ ആ ടൈമിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ. ലിറ്റിൽ ഹാർട്സ് RDX റിലീസ് ആകാൻ നിൽക്കുമ്പോഴാണ് ലിറ്റിൽ ഹാർട്സിന്റെ ടോക്ക് വന്നത്. ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് ഷെയ്നും മഹിമയും വന്നത്? അതൊരു കഥയാ. ഞാനില്ലായിരുന്നു. ഇവരെ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്തതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് സ്ലാങ്, ഒരാള് എറണാകുളത്ത് ജനിച്ചു വളർന്ന ഒരാള് കാസർഗോഡ് സ്ലാങ് ഭയങ്കരമായിട്ട് എല്ലായിടത്തും കാസർഗോഡ്. ഞാൻ നോക്കുമ്പോഴെല്ലാം കാസർഗോഡ് സ്ലാങ്ങിലാണ് എല്ലായിടത്തും സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയല്ല കേട്ടോ. ശരിക്കുള്ളത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങി അത് കുറച്ചുകൂടെ അങ്ങ് നീലേശ്വരം അതെ അതേ രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് തോന്നിയിട്ടുണ്ട് ഏത് ഓഫീസർ ഞാൻ കണ്ടേക്കാൻ ചില ഓഫീസുകൾ പോകാത്തോണ്ടും പഠിക്കാത്തോണ്ടും ഓഫീസിൽ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിച്ചേ. അങ്ങനൊന്നും നോക്കണ്ട. അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കണം. കാരണം നേരത്തെ സംസാരിക്കാതെ പോലെ ഇരുന്ന ആള് അല്ലേ ശരിക്കും ഇപ്പം അല്ലെ ഇത്രയധികം പറയുന്നില്ലേ അല്ലേ ഷെയ്ൻ? എന്ത് പറയാനോ ചോദ്യം അല്ലെങ്കിൽ മറന്നു അതെ ഈ കഥ പറയൂ അവിടേക്ക്. അപ്പൊ അത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള കാര്യമായിരുന്നു. കാര്യം ഇപ്പൊ സിനിമകൾ ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ ആളുകളെല്ലാം ഈ റിവ്യൂ എഴുതാൻ ഇരിക്കുന്നവരെല്ലാം ആദ്യം പറയുക, നമ്മളിപ്പോ ഒരു റീജിയനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ആരെങ്കിലും ഈ സ്ലാങ്, ഇപ്പൊ കെട്ടിയോളാണ് എന്റെ മാലാഖയുടെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത്, എല്ലാവരും ആ സ്ലാങ്ങിൽ സംസാരിക്കുകയും ആ ഒരു എനിക്ക് തോന്നുന്നു അവരെല്ലാവരും അവിടേക്ക് നേറ്റീവ് ആയിരുന്നു. ഏതാണ്ട് എല്ലാവരും അതെ, ഇത് അതുപോലെ തന്നെ ഒരു സിനിമയാണ്. അപ്പൊ ഇവർക്ക് ഈ സ്ലാങ് പിടിക്കാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഷെയ്നിന് അത് പറ്റുമോ? കാര്യം ഷെയ്നിൽ നിന്നും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സിബി. എറണാകുളത്ത് ജനിച്ച് വളർന്ന ഒരു പയ്യനല്ല, അതുപോലത്തെ ഒരു പയ്യന്റെ മൈൻഡ് സെറ്റ് അല്ല ഇടുക്കിക്കാരനായ കട്ടപ്പനക്കാരനായ സിബിക്ക്. അപ്പോ ഫസ്റ്റ് ഡേ ഞാൻ സെറ്റിൽ വന്ന് ഞാൻ ഞെട്ടി. ആ നിപ്പും അതായത് ആ തിരി കൊളുത്താൻ വന്ന് നിന്ന് ആ സമയത്ത് തന്നെ നിപ്പൊക്കെ ആ നിപ്പിലും വർത്താനത്തിലും ഒക്കെ ഓക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഷെയ്ന് ക്യാരക്ടർ കിട്ടി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്ന നായികയാണ്. അപ്പം നായിക ആ സമയത്ത് നമുക്ക് അനഘയായിരുന്നു.
ഓക്കെ. അനഘേനായിരുന്നു നമ്മൾ ആദ്യം നായികയായിട്ട്. കാര്യം ഫസ്റ്റ് ചോയ്സ് മഹിമ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു RDXൽ സെയിം കോമ്പിനേഷൻ വന്നതല്ലേ, എന്തിനാ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നേ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ മഹിമയ്ക്ക് ഡേറ്റിലും ഒരു ഇഷ്യൂ വന്നു. ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് മാറി. പിന്നെ അനഘ വന്നു. അനഘയായിരുന്നു ചെയ്യാനിരുന്നത്. പക്ഷെ ഷൂട്ട് തുടങ്ങി 4ാമത്തെ ദിവസമായപ്പം അനഘയ്ക്ക് വേറൊരു തമിഴ് സിനിമയുടെ ഒരു ഡേറ്റ് ക്ലാഷ് ആയിട്ട് അനഘയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നായികനെ അന്വേഷിച്ച് നടന്നു വീണ്ടും നമ്മൾ മഹിമയിലേക്ക് എത്തി. അപ്പൊ മഹിമയ്ക്ക് ആ തമിഴ് സിനിമ മാറിപ്പോയി, ഡേറ്റ് മാറി. അപ്പം വീണ്ടും മഹിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ പേടി എനിക്കുണ്ടായിരുന്നു, മഹിമയ്ക്ക് സ്ലാങ് പിടിക്കാനും ഈ ക്യാരക്ടർ പിടിക്കാനും ഒക്കെ പറ്റുമോന്ന്. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു ടീസർ ഫസ്റ്റ് ഇറങ്ങിയതിനകത്ത് അതുണ്ട്. ഒരു രണ്ടുപേരുടെയും കൂടെ ഒരു സീനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്താടാ നിനക്ക് എന്തായിരുന്നു ആ ഡയലോഗ്? എനിക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. ആ കിച്ചണിലുള്ള ഒരു സീനില്ലേ, അപ്പൊ അതിനകത്ത് മഹിമയും ഭയങ്കര രസമായിട്ട് ഒരു കട്ടപ്പന സ്ലാങ് ഒക്കെ പിടിച്ചിട്ട് ഡയലോഗ് ഓർമ്മയുണ്ട്. അത് കുറവെന്നൊക്കെ പറഞ്ഞു എന്നെ കാണാൻ കൊള്ളത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. അത് ഷെയ്ൻ ആ ക്യാരക്ടർ വിട്ട് അടുത്ത ക്യാരക്ടറിലെത്തി, അതുകൊണ്ട് അത് മറ്റേത് മറന്നേക്കാണ് അല്ലേ. ഇപ്പൊ ഹാസ്ബി അതെ, ഹാസ്ബി ആയതുകൊണ്ട് പിന്നെ മറ്റേ ക്യാരക്ടർ വിട്ടല്ലോ. ഹാസ്ബിയുടെ സ്വഭാവം അല്ലെങ്കിൽ സ്ലാങ് ഓ മൈ ഗോഡ് അല്ല അത് തന്നെയാണ് ഡാപ്സിയുടെ ജീവിതാതെയൊന്നുമല്ല നമ്മളല്ല, അതൊരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ്. ആസിഫ് ബീരാൻ എന്നാണ് ശരിക്കും പേര്. ഹാസ്ബി എന്നാക്കി. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഇനി തിയേറ്ററുകളിൽ സിനിമ എത്താൻ ഉള്ള ശ്രമത്തിലാണ്. എന്നാണ് നമ്മുടെ റിലീസും കാര്യങ്ങളും ഒന്നും? ജൂൺ 7 വേൾഡ് വൈഡ് റിലീസാണ്. ജൂൺ 7 ഇവിടെ പെൻ എന്റർടൈൻമെന്റ് എത്തിക്കുന്നു അല്ലേ സിനിമ. അപ്പൊ എന്തായാലും തിയേറ്ററുകളിൽ എന്തായാലും പടം എത്തുന്നത് ജൂൺ 7 ആണെങ്കിലും നിങ്ങൾക്ക് ഇവരെ നേരിട്ട് കാണാനായിട്ടുള്ള അവസരം വരുന്നത് ജൂൺ 2 2 തീയതി വൈകുന്നേരം 7 മണിക്ക് ലുലു മുവേലയിൽ വെച്ചിട്ടാണ് ഇവരെ കാണാൻ സാധിക്കുക. ഇതെല്ലാം ഇതാ അവിടെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ വെച്ചാൽ ഇപ്പൊ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും സിനിമ കണ്ടായിരുന്നോ? ഫുള്ളി റെന്റഡ് ആയിട്ട് കണ്ടിട്ടില്ല, ഫുൾ കണ്ടായിരുന്നു. കണ്ടപ്പോ ശരിക്കും നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതിൽ തന്നെ ലുക്ക് ഔട്ട് ഫോർ ദി സീൻ അല്ലെങ്കിൽ വാച്ച് ഔട്ട് ഫോർ ദി സീൻ എന്ന് പറയാനുള്ള സീൻ ഏതായിരിക്കും അഭിനയിച്ച് വെച്ചേക്കുന്നതിൽ? എന്നാലും ഒരെണ്ണം നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ അവിടെ പോയിരുന്ന് കാണുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരെണ്ണം പറഞ്ഞു തരാനായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് കാണുമ്പോൾ എന്ന് തോന്നിയ സീൻ ഏതാണ്? ഫാൻ സീൻ അതവിടെ അങ്ങനെ തന്നെ മതി. അത് അതെ, ആ ടീസറിൽ നിൽക്കട്ടെ. മഹിമയ്ക്കോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. മഹിമ ഡബ് ചെയ്തില്ല. മഹിമ ഡബ് ചെയ്ത്. അതെ, പക്ഷെ എന്നാലും അതങ്ങ് ഫുൾ കിട്ടൂല. അത് കഴിഞ്ഞിട്ടൊരു സീനും കൂടെ പറയാൻ പറ്റുവാണെങ്കിൽ മറ്റേ ബ്രേക്കപ്പ് സീനാണ്. അത് അടിപൊളി. മൂന്നാമത്തെ ലവ് സ്റ്റോറിയാണ്. എന്നെ പോലെ ഇന്റർവ്യൂ മുഴുവൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ചോദ്യം എന്തായിരിക്കാത്തല്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഞങ്ങള് എന്നെ പോലെ ഇപ്പം ഇന്റർവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം സിനിമ കാണാൻ പോകുന്ന ഒരു വ്യക്തി, എനിക്ക് ആക്ച്വലി എല്ലാ ഇന്റർവ്യൂസിൽ നിന്നും കണ്ടിട്ട് ഞാൻ ആക്ച്വലി ആ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബാബുരാജിന്റെയും ഷെയ്ന്റെയും ഒരു കോമ്പിനേഷൻ, അപ്പനും മകനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ഈ പറഞ്ഞ ഈ സിനിമ കാണാതെ തന്നെ എനിക്ക് ഇവരുടെ ഒരു വൈബ് എനിക്ക് ഇന്റർവ്യൂസ് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു അത് ആ ഒരു കെമിസ്ട്രി നല്ല അത് ഞാൻ ഈ പറഞ്ഞ രണ്ടുപേർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. രണ്ടുപേർക്കും വേറെ മറ്റേ ഇതൊന്നുമില്ല, മുൻപിൻ നോട്ടമൊന്നുമില്ല. അവരവരുടെ വഴിയിലാണ് പോകുന്നത്. അതുകൊണ്ട് കറക്റ്റ് മാച്ചാ നിങ്ങൾ രണ്ടുപേരും. അല്ല, ഒരു ഫസ്റ്റ് ഡേ തന്നെ സെറ്റിൽ വന്നപ്പോ തന്നെ രണ്ടുപേരും സെറ്റായി. അപ്പനും മോനൊന്നും അല്ല, ഭയങ്കര ഫ്രണ്ട്സ്. അല്ല, ഒരുപാട് സീൻ ഇംപ്രവൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്ക്രിപ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഭയങ്കര ഇംപ്രവൈസ് ചെയ്തു. അപ്പൊ ഒരുപാട് കോമഡി കാര്യങ്ങളും ഇറക്കണോട്ടോ അവിടെ ഇറങ്ങിയിട്ട് ഇംപ്രവൈസേഷൻ എന്തെല്ലാം മാറുന്നൊരു ഉദ്ദേശിച്ച സിനിമ ഇറങ്ങിയ ഞാനത് പറയാൻ ഡയറക്ടർ ഡ്യുവോ ആണല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞ രണ്ടുപേര് ചേർന്നാണല്ലോ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലേക്ക് എങ്ങനെയാണ് സാൻഡ്ര എത്തിയത്? അവരെന്നിലേക്കാണ് എങ്ങനെയാണ്? അവര് കൈലാസ് വഴിയാണ് വന്നത്. മ്യൂസിക് ഡയറക്ടർ കൈലാസ് വഴി വന്നു. അവര് വന്ന സമയത്ത് വേറൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ കഥയൊക്കെ വായിച്ച് എനിക്ക് ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള 2 ലവ് സ്റ്റോറീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അതാണ് എന്നെ ഇതിനകത്തേക്ക് ഹുക്ക് ചെയ്ത എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. പിന്നെ പക്ഷേ ഈ പ്രോഗ്രസീവ് ലവ് സ്റ്റോറി പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രാമപ്രദേശമാണ്
അതിന്റെ അതാണല്ലോ അതിന്റെ കാര്യം. അതെ. അതാണ് ഇതിന്റെ സെല്ലിംഗ് പോയിന്റ്. ഇപ്പൊ ഇത് എറണാകുളത്താണ് ഈ കഥ നടക്കണമെങ്കിൽ കാര്യം. അങ്ങനെയാണെങ്കിൽ അത് പ്രോഗ്രസീവ് ആയിട്ട് പറയേണ്ട കാര്യമില്ല എന്നുള്ളത്. അതെ, ഡെഫിനറ്റ്ലി അതാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതെല്ലാം വെച്ചിട്ട് തന്നെ കാണാൻ ഒരു ആഗ്രഹം തോന്നുന്ന, അല്ലെ, ചെറിയ ഹൃദയങ്ങളിൽ വലിയ ആഗ്രഹം തോന്നുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. അപ്പൊ ലിറ്റിൽ ഹാർട്സ് കാണാനായിട്ട് 7-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷേ ലിറ്റിൽ ഹാർട്സിൽ അഭിനയിച്ച ആൾക്കാരെ കാണാനായിട്ട് അധികം കാത്തിരിക്കേണ്ട. ഈ 2-ാം തീയതി വൈകുന്നേരം കാണാം കേട്ടോ. യെസ്, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഷെയ്ൻ, 7 മണി മഹിമ, തന്നെ സന്ദ്ര, പറയുന്നത്. എല്ലാവർക്കും കൂടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം കേട്ടോ. ഇങ്ങോട്ട് വരുന്നതിന് വളരെ സന്തോഷം കേട്ടോ. Thank you for having us. Fresh song of the hour. Brought to you by